St. Ives, a small town near Cambridge. നമസ്കാരം, എല്ലാവർക്കും മിസ്റ്റർ ദീപു ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സെൻറ് ഐവ്സ് ഒരു സുന്ദരമായ മാർക്കറ്റ് ടൗൺ ആണ്. കേംബ്രിഡ്ജ് ഷെയറിലെ ഗ്രേറ്റ് ഹൗസ് നദിക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 15-ാം നൂറ്റാണ്ടിൻ്റെ പാലവും അതിലുള്ള ചാപ്പലുമാണ് ഇവിടുത്തെ പ്രധാനമായ ആകർഷണം. കേംബ്രിഡ്ജ് സിറ്റിയിൽ നിന്ന് 30 മിനിറ്റ് മാത്രം കാറിൽ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ഞങ്ങൾ നേരെ പോയത് ഓൾ സെയിൻറ്റ് പാരിഷ് ചർച്ചിലേക്കാണ്. പള്ളി 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെങ്കിലും ഇപ്പോൾ കാണുന്ന പള്ളിയുടെ ഭൂരിഭാഗവും 1450-നും 1470-നും ഇടയിൽ പുതുക്കിപ്പണിതതാണ്. മനോഹരമായ സ്റ്റെയിൻ ഗ്ലാസ് ജനലുകളും ഒരു പഴയ പെൻട്രി ബുക്കിൽ ഒലിവർ ക്രോംവെല്ലിൻ്റെ ഒപ്പും ഒക്കെ ഇവിടെ ഉണ്ട്. പള്ളിയുടെ ഗോപുരത്തിന് നല്ല ഉയരമുണ്ട്. ഏകദേശം 151 അടി ഉയരമുണ്ടാകും. ഈ പാരിഷ് പള്ളിക്ക് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. 1-ാം ലോക മഹായുദ്ധകാലത്ത് 1918 മാർച്ചിൽ ഒരു വിമാനം പള്ളിയുടെ ഗോപുരത്തിൽ ഇടിച്ചിറങ്ങിയിരുന്നു. അന്ന് 19 വയസ്സുള്ള ആ പൈലറ്റ് മരിക്കുകയും ചെയ്തു. പിന്നീട് ഇത് പുനർനിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ ചെന്ന സമയത്ത് പള്ളിയിൽ പ്രവേശന സമയമായിരുന്നില്ല. അതുകൊണ്ട് അകത്തെ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. വിശുദ്ധ പോളിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയം, അതിൻ്റെ പ്രൗഢമായ ഗോപുരം ദൂരത്തു നിന്ന് പോലും കാണുവാൻ സാധിക്കും. പണ്ടുകാലത്ത് ഇതിലൂടെ വരുന്ന കപ്പലുകൾക്ക് വഴികാട്ടിയായിരുന്നത്രേ ഈ ഗോപുരം. കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടിയുടെ ആകൃതിയിലുള്ള സ്മാരകമാണിത്. സാധാരണയായി 18-19 നൂറ്റാണ്ടുകളിലെ പ്രമുഖരായ വ്യക്തികളെയാണ് ഇത്തരം കല്ലറകളിൽ അടക്കം ചെയ്തിരുന്നത്. ഇതാണ് നോറിസ് മ്യൂസിയത്തിൻ്റെ മുന്നിലുള്ള പൂന്തോട്ടം. മ്യൂസിയത്തിൽ ആംഗ്ലോ സാക്സൺ ആഭരണങ്ങളും പിന്നെ പള്ളി ഗോപുരത്തിൽ ഇടിച്ചിറങ്ങിയ വിമാനത്തിൻ്റെ അവശിഷ്ടം എല്ലാം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആ പഴയ മാർക്കറ്റ് ടൗണിൻ്റെ ഭംഗി ആസ്വദിച്ച് നടക്കുന്നത് നല്ല രസമാണ്. സെൻറ് ഐവ്സിന് വളരെ പഴയ ചരിത്രമുണ്ട്. ഏകദേശം AD 500-ൽ സ്ലീപ്പ് എന്നൊരു ഗ്രാമമായാണ് ഇത് തുടങ്ങിയത്. പിന്നീട് സെൻറ് ഐവോയുടെ അസ്ഥികൾ കണ്ടെത്തിയതോടെയാണ് ഈ സ്ഥലത്തിന് പേരും പ്രശസ്തിയും കിട്ടിയത്. അപ്പോൾ ഈ ടൗണിന് ഏകദേശം 1500 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയാം. ഈ ഇടനാഴി നേരെ ചെല്ലുന്നത് 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു പാലത്തിലേക്കാണ്. ഇംഗ്ലണ്ടിൽ ആകെ ഇത്തരത്തിൽ 4 പാലമേ ഉള്ളൂ. അതായത് പാലത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പള്ളി കൂടിയുണ്ട്. സെയിൻറ്റ് ലിയോഗർ ചാപ്പൽ എന്നാണ് ഇതിൻ്റെ പേര്. മറ്റൊരു പ്രത്യേകത, ഇംഗ്ലീഷ് സിവിൽ വാറിൻ്റെ സമയത്ത് പാലത്തിൻ്റെ തെക്ക് ഭാഗത്തെ 2 ആർച്ചുകൾ തകർത്തിരുന്നു. പിന്നീട് അവ നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്പൽ. ഗ്രേറ്റ് ഊസ് നദി പണ്ടിതൊരു വലിയ ഇൻലാൻഡ് പോർട്ടായിരുന്നു. ധാരാളം ചരക്കുകൾ നദിയിലൂടെ കൊണ്ടുപോയിരുന്നു, പ്രത്യേകിച്ച് കന്നുകാലികളുടെ കച്ചവടത്തിന്. അങ്ങനെ സെൻറ് ഐവ്സ് ഒരു വലിയ മാർക്കറ്റ് ടൗണായി വളർന്നു. വിറക്, ധാന്യങ്ങൾ ഇവയെല്ലാം കൊണ്ടുപോയിരുന്നു. കന്നുകാലി മാർക്കറ്റ് അന്നത്തെ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നായിരുന്നു.
ഇപ്പോഴത്തെ മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു തുടക്കം അവിടെ നിന്നൊക്കെയാണ്. ശാന്തമായി കിടക്കുന്ന ഗ്രേറ്റ് ഔസ് നദി, അതിലെ പാലം എന്നിവയുടെ ഒരു ഏരിയൽ വ്യൂ ആണിത്. ഇത് ഒലിവർ ക്രോംവെല്ലിൻ്റെ പ്രതിമയാണ്. 1901 ഇത് സ്ഥാപിച്ചത്. ഈ കാണുന്നത് 1864 പണിത ഒരു പള്ളിയാണ്. ഇതിൻ്റെ ഗോപുരം വളരെ ദൂരെ നിന്ന് വരെ കാണുവാനായിട്ട് സാധിക്കും. ഈ കാഴ്ചകളെല്ലാം കണ്ടപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. അപ്പോൾ ശാന്തമായ ഈ പുഴക്കരയും ചരിത്രം തുടിക്കുന്ന ഈ പഴയ പാലവും ഇവിടുത്തെ ആളുകളുടെ സ്നേഹവും എല്ലാം കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു. ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.